പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾ പോലും കടുത്ത പീഡനങ്ങൾ അനുഭവിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത്. ഹിന്ദുക്കൾക്കൊപ്പം ഷിയ മുസ്ലിങ്ങൾക്കും ഇന്ത്യൻ പൗരത്വം വേണം എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പാകിസ്ഥാനിലെ ആത്മീയ നേതാവായ മൗലാന സിയാദ് സെയ്ഫ് അബ്ബാസ് നഖ്വി. ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പൗരത്വം നൽകണമെന്നും ആവശ്യമുന്നയിക്കുകയാണ് അദ്ദേഹം. ഹിന്ദുക്കളും ഷിയ മുസ്ലിങ്ങളും സിഖുകാരും പരസ്യമായി കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകണമെന്നും മൗലാന ആവശ്യപ്പെട്ടു. മതസ്വാതന്ത്ര്യത്തെയും പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെയും കുറിച്ചുള്ള ഈ ഗുരുതരമായ ആശങ്കകൾ പ്രതിഷേധം ഉയർത്തിക്കാട്ടുന്നുണ്ട്. പാകിസ്ഥാനിൽ ഷിയ മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ മൗലാന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചെറിയ ഇമാംബഡയിൽ ഒരു പ്രതിഷേധം നടന്നു. ഇസ്ലാമിക രാജ്യമെന്ന് അവകാശപ്പെടുന്ന പാകിസ്ഥാൻ ISIയുടെ മാർഗനിർദ്ദേശപ്രകാരം ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയാണ് എന്നും മൗലാന അഫ്സൽ ഹുസൈൻ പറയുന്നു. മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും ഇമാം ബന്ധങ്ങൾ, ഗുരുദ്വാരകൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ളവ അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെടുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. പാകിസ്ഥാനിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമായാണ് ഷിയ മുസ്ലിങ്ങൾ. രാജ്യത്തെ ജനസംഖ്യയുടെ 10% മുതൽ 25% വരെ ഇവരും ഇറാനും ഇന്ത്യക്കും കഴിഞ്ഞാൽ ലോകത്തെ മൂന്നാമത്തെ വലിയ ഷിയ സമൂഹം പാകിസ്ഥാനിലാണുള്ളത്. മൊത്തം ജനസംഖ്യയുടെ 10% വരും ഇത്. എന്നിരുന്നാലും പാകിസ്ഥാൻ മുസ്ലിങ്ങളിൽ പകുതിയിലധികം പേരും ഷിയാകളെ മുസ്ലിങ്ങളായി കണക്കാക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം ഇസ്ലാം മതത്തിലെ ഒരു വിഭാഗമാണ് ഷിയ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷമായ സുന്നികൾ കഴിഞ്ഞാൽ ഇസ്ലാം മതത്തിൽ അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ള സമൂഹമാണ് ഷിയാകൾ. രാഷ്ട്രീയ വീക്ഷണങ്ങളിലെ അഭിപ്രായ ഭിന്നതകളാണ് ഷിയ സുന്നി വിഭാഗീയതയുടെ ഹേതു എന്ന് പറയുന്നത്. തിരഞ്ഞെടുപ്പുകളിലൂടെയുള്ള ഭരണ നേതൃത്വമാണ് നിലവിൽ വരേണ്ടതെന്ന് സുന്നികൾ വാദിക്കുമ്പോൾ അന്ത്യ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ കുടുംബ പാരമ്പര്യമാണ് നേതൃത്വത്തിന് അവകാശമെന്ന് ഷിയാക്കൾ വിശ്വസിക്കുന്നു. 2009 അമേരിക്കൻ ലൈബ്രറി ഓഫ് കോൺഗ്രസിന്റെ കണക്ക് പ്രകാരം ലോകത്താകമാനമുള്ള ഇസ്ലാം മത വിശ്വാസികളിൽ 10 മുതൽ 13% വരെ പ്രാതിനിധ്യം ഷിയ വിഭാഗത്തിനുണ്ട്. ഏകദേശം 200 ദശലക്ഷം വരുന്ന ഷിയ മുസ്ലിങ്ങളിൽ 3/4 അധിവസിക്കുന്നത് ഇറാൻ, അസർബൈജാൻ, ഇറാഖ്, സൗദി അറേബ്യ, ബഹ്റിൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ്. ഷിയ എന്ന പദമെന്ന് പറയുന്നത് ഷി ആത്തു അലി എന്ന അറബി വാചകത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത്. അലിയുടെ അനുയായികൾ എന്നാണ് ഷിയാത്തു അലി എന്നതിന്റെ അർത്ഥം. ഈ വാചകം ക്രമേണ ഷിയ എന്ന പേര് മാത്രമായി ലോപിക്കുകയും AD 1100 ശേഷം ഈ വിഭാഗം മുസ്ലിങ്ങൾ ഷിയ മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.